ഹലോ ഹായ്. അപ്പോൾ മലയാളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുക്കിംഗ് അല്ല കേട്ടോ, ഞാൻ ഒരു കുറച്ച് നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം അതിനൊരു പ്രതിവിധി നമുക്ക് പാചകം എളുപ്പമാക്കുവാനും അതുപോലെ പാചകം വഴി നമുക്കുണ്ടാകുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചില കുറുക്ക് വഴികളുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ഇനി വീഡിയോകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോകൾ ഇനിയും ഉണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, നമ്മൾ ദോശ ഉണ്ടാകുമ്പോൾ നല്ല മണവും അതുപോലെ നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാക്കാനായിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് ഉലുവയും അതുപോലെ അവല് കൂടി ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഒരു ദോശമാവ് തയ്യാറാക്കാൻ എടുക്കേണ്ടത് 4 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നെടുക്കുക. 1 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ട് അതിലേക്ക് 1/4 ഗ്ലാസ് അവല് കൂടി ചേർത്ത് അരയ്ക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർക്കുക. നന്നായിട്ട് അരച്ച് അതൊന്ന് ചൂടാകരുത്. നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചൂടാകുന്ന ഒരു പ്രവണത കാണിക്കും. മിക്സിയിൽ അരയ്ക്കുമ്പോൾ നന്നായിട്ട് ചൂടാകും. അതുകൊണ്ട് തന്നെ ചൂടായ മാവിനെ ഒന്ന് നന്നായിട്ട് നമ്മൾ ചായയൊക്കെ ആറ്റ പോലെ ഒന്ന് ആറ്റിയതിന് ശേഷം അതിനകത്ത് ഉപ്പിട്ട് സാധാരണ രീതിയിൽ നമുക്ക് പൊളിച്ച് പൊങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ദോശ നല്ല മൊരിഞ്ഞതും നല്ല മണവും ഒക്കെയുള്ള നല്ല ദോശയ്ക്ക് ഏറ്റവും നല്ലൊരു മാർഗമാണ് അവിലും ഉലുവയും ചേർക്കുന്നത്. അതുപോലെ ഇനിയും രണ്ടാമത്തെ ടിപ്സ്, നമ്മൾ ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരിക സാധാരണമാണ്. അതിന് പണ്ട് ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ പിച്ചാത്തിയുടെ തുമ്പത്ത് വെക്കുക അങ്ങനെയൊക്കെയുള്ള പതിവുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സ്ഥിരമായിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉള്ളി അരിയുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പ് നല്ല തണുത്ത വെള്ളത്തിൽ അരിഞ്ഞ് നെടുകെ കീറി നമ്മൾ ഇടുക. അതല്ലെങ്കിൽ ഉള്ളി പൊളിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അരിയുമ്പോൾ ഉണ്ടാകുന്ന ആ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് മാറാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്. അതുപോലെ പാത്രത്തിൽ ഉള്ളിയുടെയും നമ്മുടെ മത്സ്യവും ഉള്ളിയൊക്കെ ഇട്ട് കഴുകുന്ന പാത്രത്തിൽ അതിൻ്റെ മണം വരാറുണ്ട്. ആ മണം മാറാനായിട്ട് ആ പാത്രം വിനാഗിരി ചേർത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക. നമ്മൾ കഴുകിയതിന് ശേഷം സാധാരണ നോർമലി കഴുകിയതിന് ശേഷം വിനാഗിരിയും കൂടി ഒരു 2 അടപ്പ് വെള്ളത്തിലേക്ക് 2 അടപ്പ് വിനാഗിരി ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ ഒന്ന് പാത്രം കഴുകിയെടുക്കുക. ഇത് നമ്മുടെ പാത്രത്തിലുണ്ടാകുന്ന മീനിൻ്റെയും ഉള്ളിയുടെയൊക്കെ ബാഡ് സ്മെല്ല് പോകാൻ വളരെ നല്ലതാണ്. അതുപോലെ കോളിഫ്ലവർ പാകം ചെയ്യുമ്പോൾ അതിൻ്റെ രുചിയും നിറവും നഷ്ടപ്പെടാതിരിക്കാൻ പാകം ചെയ്യുന്നതിന് മുൻപ് കോളിഫ്ലവർ കഷ്ണങ്ങളിൽ അല്പം നാരങ്ങാ നീരോ വിനാഗിരിയോ പുരട്ടുക. അപ്പോൾ സാധാരണ എന്തെങ്കിലും കോളിഫ്ലവറിൻ്റെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സോഫ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ കളറും ടേസ്റ്റും ഒന്നും വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ കൂടുതലായിട്ടുള്ള ഉപയോഗം മൂലം പ്രഷർ കുക്കറിൻ്റെ ഉൾവശം കട്ട പിടിച്ച് കറുത്ത് പോകാറുണ്ട്. കുക്കറിൽ അല്പം പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ കറ പൂർണ്ണമായിട്ടും മാറും. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. പിന്നെ പഞ്ചസാര പാവ് കാച്ചിയത് കേടാകാതിരിക്കുവാൻ ആവാതിരിക്കുവാനും പഞ്ചസാര ലായനി ചൂടാക്കുമ്പോൾ അതിൽ 2 നുള്ളു സോഡിയം കാർബണേറ്റ് കൂടി ചേർക്കുക. ഇത് ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു കട്ട കെട്ടുന്ന ഒരു രീതി അങ്ങ് മാറും. പിന്നെ ഈച്ചശല്യം ഉണ്ടെങ്കിൽ 2 തുള്ളി സിട്രിനെല്ലോ ആ ഓയിൽ ഒരു പാത്രത്തിലെടുത്ത്, അപ്പോൾ സിട്രിനെല്ല ഓയിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സിട്രിനെല്ല ഓയിൽ ഒരു പാത്രത്തിലെടുത്ത് അടുക്കളയിൽ വെക്കുക. ഈച്ച പറന്നു പോകും. കാര്യം ഈച്ച പിന്നെ അടുക്കളയിലേക്ക് വരില്ല. അതുപോലെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളത്തിന് പകരം പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ മാവ് നല്ല മൃദുവായിട്ടും ചപ്പാത്തിക്ക് നല്ല മാർദ്ദവും രുചിയും കിട്ടും. ചായ ഉണ്ടാക്കാൻ പറ്റിയ പാത്രങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ചായക്കറ ഉണ്ടാകും. അപ്പം സ്ഥിരം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചായ തിളപ്പിച്ച ഉടനെ തന്നെ നമ്മൾ ആ പാത്രം വാഷ് ചെയ്യുക. ഫസ്റ്റ് അത് പിന്നെ നിങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകാൻ നിൽക്കാതെ ചായ മാറ്റിയ ഉടനെ തന്നെ അത് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുക. അതല്ലെങ്കിൽ അപ്പോൾ തന്നെ ചായ തിളപ്പിച്ച പാത്രം വെള്ളം ഒഴിച്ചിട്ട് തണുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിടുക. അതൊരിക്കലും ഡ്രൈ ആകാൻ വെക്കരുത്. ഡ്രൈ ആകാൻ വെച്ച് കഴിഞ്ഞാൽ ആ തേയിലയുടെ കറ നന്നായിട്ട് പിടിച്ച് അത് പാളിയായിട്ട് മാറും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജെലാറ്റിനൊക്കെ സാധാരണ പുഡിങ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. ജെലാറ്റിൻ ഉപയോഗിക്കുമ്പോൾ അത് നന്നായിട്ട് കുതിരാൻ 15 മിനിറ്റെങ്കിലും ചൂടുവെള്ളത്തിലോ അതല്ല പാലിലാണെന്നുണ്ടെങ്കിലോ ഇട്ട് വെക്കുക. ഇതും ഏറ്റവും നല്ലൊരു മാർഗമാണ്. അപ്പം ഞാനിന്ന് പറഞ്ഞു പാചകക്കുറിപ്പുകളും അല്ലെങ്കിൽ നമുക്ക് എളുപ്പമാക്കാൻ രുചികരമാക്കുവാൻ സഹായിക്കുന്ന കുറച്ച് വിദ്യകളാണ്
ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് പൂരിക്ക് മാവ് കുഴയ്ക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുമ്പോ അതല്ലെങ്കിൽ തലേന്നോ പൂരിക്ക് കുഴച്ച് വെച്ചാൽ ഏറ്റവും മാർദ്ദവം കിട്ടും. പിന്നെ എണ്ണ കുടിക്കാതിരിക്കാൻ, പൂരി നമ്മൾ എണ്ണയിലിട്ട് വറക്കുമ്പോൾ എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് അതിനകത്ത് നമ്മൾ എടുക്കുന്ന പൂരിയുടെ മാവിൽ ഇപ്പം എത്രയാണോ എടുക്കുന്നത് അതിൽ ഏറ്റവും ലാസ്റ്റ് അളവ് ഒരു 4 ടേബിൾ സ്പൂണോളം മൈദ കൂടി ചേർത്ത് കഴിഞ്ഞാൽ പൂരിക്ക് മാവ് നല്ല മാർദ്ദവമായിട്ട് കിട്ടും. അതുപോലെ തന്നെ അല്പം ഈസ്റ്റ് ചേർത്ത വെള്ളം വെച്ച് ഗോതമ്പ് പൊടി കുഴയ്ക്കുവാണെങ്കിൽ, ഈസ്റ്റ് ചേർത്ത് ഗോതമ്പ് പൊടി കുഴയ്ക്കുവാണെങ്കിൽ നല്ല മയം കിട്ടും. അതുപോലെ അത് നന്നായിട്ട് പൊങ്ങി വരാനും ഒക്കെ ആയിട്ട്. പിന്നെ 100 ഗ്രാം ഗോതമ്പ് പൊടിയിൽ 1 ടേബിൾ സ്പൂൺ സേമിയ പൊടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അനുപാതത്തിൽ സേമിയ പൊടിച്ച് ചേർത്ത് പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല മയം കിട്ടും. അതുപോലെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൈദാമാവിനൊപ്പം അല്പം അരിപ്പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല കരികരിപ്പായിട്ടുള്ള നമുക്ക് ഈ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന സൈസ് പഴംപൊരി, നല്ല മൊരിഞ്ഞ പഴംപൊരി നമുക്ക് കിട്ടും. മൈദയിൽ മാത്രമാകുമ്പോൾ അതിൻ്റെ ആ സ്കിൻ ഒരുമാതിരി റബ്ബർ പോലെ ഇരിക്കും. നേരെ മറിച്ച് നമുക്ക് അതിനകത്ത് അരിപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി കിട്ടും. അതുപോലെ മൃദുവായ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിപ്പൊടിക്കൊപ്പം അല്പം മൈദയോ ഗോതമ്പ് പൊടിയോ ചേർക്കുന്നത് നല്ലതാണ്. ഇതിൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പഴം ഉടച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണെന്നുണ്ടെങ്കിൽ അധിക ദിവസം വെക്കാനും പറ്റില്ല. പിന്നെ സോഫ്റ്റായ ഇടിയപ്പം ഉണ്ടാക്കാനാണെങ്കിൽ വേറൊന്നുമല്ല, നല്ല സോഫ്റ്റായ ഇടിയപ്പത്തിന് തീരെ തരിയില്ലാതെ പൊടിച്ചെടുത്ത പൊടി തന്നെ ഉപയോഗിക്കണം ഇടിയപ്പം ഉണ്ടാക്കാൻ. അതുപോലെ കുഴയ്ക്കുമ്പോൾ അതിനകത്ത് നല്ല തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കുക. അതുപോലെ 2 സ്പൂണ് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർത്ത് കുഴയ്ക്കുകയാണെങ്കിൽ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ വീണ്ടും ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാത്രം കഴുകുന്ന സിങ്ക് നന്നായിട്ട് അടഞ്ഞ് വെള്ളം പോകുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ, അപ്പോൾ സോഡാപ്പൊടി ഇട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം വിനാഗിരി ഒഴിക്കുക. സോഡാപ്പൊടി ഇട്ട് കൂട്ടത്തിൽ വിനാഗിരിയും കൂടെ ഒഴിച്ച് 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു ചൂട് ഉള്ള സോപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മുടെ വാഷ് ടബ്, ബേസൻ, ആ ഒരു സിങ്ക് കഴുകി അതിനകത്ത് നമ്മൾ ഈ ഒരു വെള്ളം നല്ല പുഷ് ചെയ്ത് കളയുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു പമ്പ് കിട്ടും. അത് ഉപയോഗിച്ചോ മറ്റോ നന്നായിട്ട് പുഷ് ചെയ്ത് കളയുമ്പോൾ ആ സിങ്കിലെ അഴുക്കിനൊപ്പം നമ്മുടെ സിങ്കിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വേസ്റ്റ് പൈപ്പ് കൂടി ക്ലീൻ ആക്കി കിട്ടും. അതുപോലെ കൊക്കക്കോള നമ്മൾ കുടിക്കാറുണ്ട്, ദോഷമാണത്. ഇപ്പോൾ കൊക്കക്കോള ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ഉണങ്ങിയ സിങ്കിലേക്ക് 1 ബോട്ടിൽ കൊക്കക്കോള ഒഴിച്ചു കൊടുക്കുക. ഈ കൊക്കക്കോള ചെല്ലുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു സിങ്കിൻ്റെ പോകുന്ന വേസ്റ്റ് പൈപ്പും പ്യുവർ ക്ലീനായിട്ട് കിട്ടും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ നുറുങ്ങുവിദ്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാചകത്തിനൊപ്പം കുറച്ച് ഇതുപോലെയുള്ള ടിപ്സുകളുമായിട്ട് മലയാളീസ് കിച്ചണിൽ ഞാനും കാണും. നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം പൊട്ടറ്റോ റിങ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കഴിച്ചു. ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ 1-2 തവണ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് കൂടുതൽ ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക, പൊട്ടറ്റോ റിങ്സിൻ്റെ റെസിപ്പി ഒന്ന് നോക്കുക. ഇതിന് അധികം സ്പൈസി അല്ല. പിന്നെ നമ്മൾ ചേർക്കുന്ന മുളക്, സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ മുളക് ചേർക്കുക. പിന്നെ അതിനകത്ത് നമ്മൾ മസാല ആഡ് ചെയ്യുന്നില്ല. അപ്പം കുറച്ച് ഇത് പക്ക ഇങ്ങനെ കഴിക്കുന്നത് ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നു, നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ചേർക്കാവുന്ന കാര്യങ്ങളാണ് മല്ലിയില, അതുപോലെ മസാല ചേർക്കുമ്പോൾ നിങ്ങൾ ചിക്കനും വെജിറ്റബിളും ചേർക്കാതെ ഗരം മസാല ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു പൊട്ടറ്റോ റിങ്സ് ഒന്ന് നോക്കുക. വളരെയേറെ ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ട് അവർ ഭയങ്കര അതിന് വേണ്ടിയിട്ട് അടികൂടൊക്കെ വരുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. മലയാളീസ് കിച്ചൺ ഏകദേശം ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് 1,00,000-ന് പുറത്തായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സഹകരണം തുടർന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ലൊരു ജീവിതം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബൈ.